നമ്മളിന്ന് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബീഫ് കട്ട്ലേറ്റിനുള്ള ബീഫ് 1/2 കിലോ ഞാൻ കുക്കറിലിട്ട് വെച്ചു. കുക്കർ കണ്ടിട്ട് ആരും പേടിക്കണ്ട, കുക്കറിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി. വെള്ളം സ്റ്റൂലിക്കും കൂടി എടുക്കണം. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം കൂടി പോയപ്പോൾ ബാക്കിൽ പാത്രം വെച്ചേക്കുന്നത് ഈ വെള്ളം ചീറ്റി ചുമര് കേടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പാത്രം കഴിക്കാൻ മതിയല്ലോ, ചുമര് തേച്ചൊരു ഉണ്ടല്ലോ, ചുമര് വൃത്തികേടാവുകയും ചെയ്യില്ല. ബീഫ് വേവിച്ച് മിക്സിക്കകത്തിട്ട് ഒന്ന് മിൻസ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്ത് ഫ്രൈ പാനിനകത്തിട്ടിട്ട് ആ ജലാംശം ഒന്ന് കളയുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ജസ്റ്റ് ഫ്രൈ ചെയ്ത് നല്ലോണം എടുക്കാം. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഫ്രൈ പാനിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്, കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സബോള നന്നായി വാട്ടി. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വന്നപ്പോൾ കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഞാൻ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടു. അതിനുശേഷം ഇത് നന്നായി വാട്ടി, നന്നായി ഇത് ഫ്രൈ ചെയ്യുന്ന പരിപാടി. കാശ്മീരി ചില്ലി മുളക് നന്നായിട്ട് കൊട്ടിയിടുന്നുണ്ട്. എല്ലാ പൊടിയിട്ട് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് അതിനകത്തിട്ടു കേട്ടോ. ഞാൻ ബീഫ് ഇതുപോലെ മസാലയ്ക്ക് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ചിലർ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണവരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാരിച്ച പണിയാണ്, കുറേ ടൈം എനിക്കെടുക്കും. അപ്പോൾ നന്നായി ഫ്രൈ ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ മസാലപ്പൊടി ചേർത്തു കേട്ടോ. ഞാനൊരു 2 സ്പൂൺ മസാലപ്പൊടി ഇതിനകത്ത് ചേർത്തു. പിന്നെ ഒന്നുകൂടി നന്നായി വഴറ്റി. ഉരുളക്കിഴങ്ങ് ഒരു 3/4 കിലോ ഞാൻ എടുത്തു. 3/4 കിലോ ഞാൻ ഉരുളക്കിഴങ്ങ് അധികം ചേർക്കില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കണതല്ല, നമ്മൾ കടയിൽ ഉണ്ടാക്കണതൊന്നുമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ച് ഇതിനകത്ത് ചേർത്തു കേട്ടോ. ഞാൻ റസ്ക് വാങ്ങി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ചെയ്തിട്ടാ, റസ്ക് പൊടിക്ക്. പിന്നെ അമ്മിച്ചാണിത് ഒന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി. ഇത്തിരി വലിയ കട്ട്ലേറ്റ് ആയിരുന്നു, നമ്മൾ പുറത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, അപ്പോൾ ഷേപ്പൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളത് ചെയ്തു. മോൾഡൊന്നും ഞാൻ യൂസ് ചെയ്തില്ല, അമ്മിച്ച പതുക്കെ അത് ഷേപ്പാക്കി എടുത്തു. ആദ്യം ഏറ്റവും ചെറുതിനെ നോക്കി ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ ബാക്കി ഫ്രൈ ചെയ്തെടുത്തത്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചായിരുന്നു. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തത്, കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായി ഫ്രൈ ചെയ്ത് വന്നു. ഉരുളക്കിഴങ്ങ് കുറച്ച് കുറവായിരുന്നു, എന്നാലും സൂപ്പറായിരുന്നു. ഫ്രൈ ചെയ്ത് എടുത്തതേ ഓർമ്മയുള്ളൂ. പിന്നെ ഇത് ഏത് വഴിക്ക് പോയെന്നറിയില്ല, ആ മാതിരി കഴിക്കലായിരുന്നു. കുറേ കാലമായിട്ടോ കട്ട്ലേറ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട്. എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കലൊരു ഈസി പണിയല്ല, ഇത്തിരി ഡിഫിക്കൽട്ടാണ്. എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, ഡിഫിക്കൽട്ടായിട്ട് ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അതാണ് ഞാൻ അധികം ഇതിന് മെനക്കെടാറില്ല. ഇതിപ്പോൾ കുറച്ച് നാളായി പറയുന്നത്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.